ഹലോ. ഒരു വർഷം മുമ്പ് പണി കഴിപ്പിച്ച ഒരു സിമ്പിൾ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ആറാട്ടുപുഴ എന്നുള്ള സ്ഥലത്താണ്. ഇവിടെ 7.5 സെന്റ് പ്ലോട്ടിൽ സന്ദീപിനും ഷാനിയയ്ക്കും അവരുടെ 2 മക്കൾക്കും വേണ്ടി നിർമ്മിച്ച 2200 സ്ക്വയർ ഫീറ്റ് വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീട് നിൽക്കുന്നത് 3 സൈഡിലും റോഡായിട്ടുള്ള ഒരു പ്ലോട്ടിലാണ് കേട്ടോ. അതിന്റെ ഒരു സൈഡിലെ ബൗണ്ടറി മാത്രമാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ളത്. ബാക്കി 3 സൈഡിലും ടാപ്പർ ആയിട്ടാണ് പ്ലോട്ട് കിടന്നിരുന്നത്. എക്സ്റ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് ചെറിയൊരു 2 സൈഡ് സ്ലോപ്പ് കൊടുത്തിരിക്കുന്നു. സി ഷേപ്പിലാണ് ഇവിടുത്തെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. 1-2 സ്ഥലത്ത് ഷോ വാൾസും കൊടുത്തിട്ടുണ്ട്. 3 കളറുകളാണ് പ്രധാനമായിട്ടും എക്സ്റ്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ കളറിലായിട്ട് വൈറ്റും, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേയും ബ്രൗണും യൂസ് ചെയ്തിരിക്കുന്നു. ടെമ്പററി ആയിട്ടാണ് ഇവിടുത്തെ കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഡിസൈനിങ് ടൈമിൽ റൈറ്റ് സൈഡിലായിരുന്നു കാർ പോർച്ച് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സിറ്റ് ഔട്ടിലേക്ക് നല്ല വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ കാർ പോർച്ച് സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്കായിട്ട് പിന്നീട് നിർമ്മിക്കുകയായിരുന്നു. സിറ്റ് ഔട്ടിലെ ചുമരുകളിലും പില്ലറുകളിലും ഹാഫ് പോർഷനിൽ ക്ലാഡിംഗ് സ്റ്റോണിൻ്റെ ടെക്സ്ചറുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നിറ്റ്കോ കമ്പനിയുടെ 2x4 സൈസിലുള്ള മാറ്റ് ഫിനിഷിങ്ങിലുള്ള ടൈലുകളാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഡബിൾ ഡോർ കയറി ചെല്ലുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ലിവിങ് ഏരിയ ആണ്. ഈ ഒരു സൈഡിൽ 5 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു മോഡേൺ സോഫ സെറ്റി കൊടുത്തിരിക്കുന്നു. അതിന് പുറകിലെ ചുമര് സിമെന്റ് ടെക്സ്ചർ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ TV യൂണിറ്റ്. വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് ഫർണിച്ചറുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഇന്റീരിയറിന് ആകെ ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയോളാണ് കേട്ടോ. ഇന്റീരിയറിന് മൾട്ടി വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവരുടെ പഴയ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സോഫ സെറ്റിയും യൂസ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സ് കർട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോഫയുടെ പുറകിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ അല്ല, സിമെന്റ് ടെക്സ്ചറാണ്. ഇതിന് സ്ക്വയർ ഫീറ്റ് 120 രൂപയാണ് ചാർജ് വരുന്നത്. TV യൂണിറ്റിന്റെ ഇരുവശത്തും ഓരോ നിഷ് കൊടുത്തിട്ട് അതിൽ സ്പോട്ട് ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു വീട് പണിയുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന പഴയ വീട്ടിലെ പല ഫർണിച്ചറുകളും ഈ ഒരു പുതിയ വീട് പണിതപ്പോൾ ഇവിടെ റീയൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരു സോഫയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ടീക്ക് വുഡിൽ ചെയ്തെടുത്തൊരു സോഫ സെറ്റിയാണിത്. ഈ ഒരു വീടിന്റെ പ്ലാൻ എല്ലാം വാസ്തു ബേസ്ഡ് ആണ്. നമ്മൾ തന്നെയാണ് ഈ ഒരു വീടിന്റെ പ്ലാനും ഡിസൈനും ഒക്കെ ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഓപ്പണിങ്ങിൽ പാനൽ ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ CNC കട്ടിങ് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ യൂസ് ചെയ്തിരുന്ന ഒരു ഡൈനിങ് യൂണിറ്റ് ആണ് ഈ ഒരു പുതിയ വീട്ടിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെ ഡൈനിങ് ടേബിളിനോട് അടുത്ത് ചെറിയൊരു സിറ്റിംഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയയിലെ സീലിംഗ് ഡിസൈൻ. ഒരു ബീം വന്നതിന് ഒരു ഡിസൈൻ പാറ്റേൺ ആക്കി എടുത്തിരിക്കുകയാണ്. ഇവിടെ കോവ് ലൈറ്റും ഡൗൺ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതൊരു ക്രോക്കറി യൂണിറ്റ് ആണ്. മുകളിലുള്ളത് ചെറിയൊരു ഷെൽഫും താഴെ ഫുഡ് സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു കൗണ്ടറും കൊടുത്തിരിക്കുന്നു. ടേബിളിന് മുകളിലായിട്ട് ഗ്രാനൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ വയ്യ. വെറും 4 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു 2200 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഇൻറ്റീരിയർ മുഴുവൻ ചെയ്തിരിക്കുന്നത്. മാക്സിമം വെന്റിലേഷൻ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ വിൻഡോസ് എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡൈനിങ് ഏരിയയിൽ നിന്ന് വാഷ് ഏരിയ ഹൈഡ് ചെയ്യാൻ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറിയ ഓപ്പൺ റാക്കുകളും കൊടുത്തിരിക്കുന്നു.
കോമൺ വാഷ് ഏരിയയിൽ ഈ ഒരു വാളിൽ റസ്റ്റിക് ടൈപ്പിലുള്ള ചെറിയ ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. വാഷ് കൗണ്ടറിന് താഴെ സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ബെൽ എന്ന കമ്പനിയുടെ 3500 രൂപ വില വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കോമൺ വാഷിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ്. ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകൾ കാണാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഒരു കിങ് സൈസിലുള്ള ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് റൂഫ് ഹൈറ്റ് വരെയുള്ള ഒരു വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. കബോർഡിന്റെ ഉള്ളിലെ തട്ടുകളെല്ലാം ഫെറോ സിമെന്റിലാണ് ചെയ്തിരിക്കുന്നത്. ഡോറുകൾ മാത്രം മൾട്ടിവുഡിൽ ചെയ്ത് ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നു. ഈ ഒരു സൈഡിലായിട്ട് 2 ഡോറുള്ള ഒരു കബോർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മിററും കുറച്ച് ഓപ്പൺ ഷെൽഫും താഴെയായിട്ട് 2 ഡ്രോവറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലെ ടോയ്ലറ്റ് കാണാം. ടോയ്ലറ്റുകൾക്കെല്ലാം ഫൈബർ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്രീം ആൻഡ് ബ്ലാക്ക് തീമിലാണ് 2x4 സൈസിലുള്ള ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. സാനിറ്ററീസ് എല്ലാം ബെൽ എന്ന കമ്പനിയുടെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റിന് ഏകദേശം 6000 രൂപ വിലയും അതുപോലെ തന്നെ വാഷ് ബേസിന് 2000 രൂപ വിലയുമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ എല്ലാ വിൻഡോസുകളും ഡോർ ഫ്രെയിമുകളും മഹാഗണിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. താരതമ്യേന ചെറിയൊരു ബെഡ്റൂമാണിത്. ഈ ഒരു സൈഡിലായിട്ടാണ് കബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഇതും ഫെറോ സിമെന്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് മൾട്ടിവുഡിൽ ഡോറുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലെ കാഴ്ചകൾ കാണാം. നേരത്തെ കണ്ട റൂമിലെ പോലെ തന്നെ ക്രീം ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു ബാത്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2x4 വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോടും കോമൺ വാഷിനോടും ചേർന്നാണ് ഇവിടുത്തെ കിച്ചൺ. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഗ്രേ ആൻഡ് വുഡൻ തീമിലാണ് കിച്ചൺ കബോർഡുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ബോട്ടം കൗണ്ടറിന്റെ സെയിം ഡെപ്തിൽ തന്നെയാണ് ടോപ്പ് യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫെറോ സിമെന്റുകൾ കൊണ്ടാണ് ഉൾവശം എല്ലാം ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ഡോറുകൾ മാത്രം മൾട്ടിവുഡിൽ ചെയ്ത് വുഡൻ ഗ്രേ കളറിലുള്ള ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നു. കിച്ചന്റെ വാളില് വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലുള്ള ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയും 2x4 വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചണിലും വർക്ക് ഏരിയയിലും കൊടുത്തിരിക്കുന്ന സിങ്ക് ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഇതിന് ഏകദേശം 2500 രൂപയാണ് വില വന്നിട്ടുള്ളത്. ഈ ഒരു ചുമരിന്റെ അപ്പുറത്ത് കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത്. ആ ഭാഗം താഴ്ത്തി വാർത്തിട്ട് അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. 7 അടിയോളം ഉയരത്തിൽ ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിൽ അലുമിനിയം ഫ്രെയിമിൽ സ്ലൈഡിംഗ് ഡോറാണ് വെച്ചിരിക്കുന്നത്. കിച്ചണിലെ സെയിം പാറ്റേണിലാണ് ഇവിടെയും കബോർഡുകൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ വർക്ക് ഏരിയയിൽ ഒരു പുകയില്ലാത്ത വിറകടുപ്പും ഒരു സിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിലുള്ള ടൈലുകളാണ് സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് 309 ഗ്രേഡ് വരുന്ന സ്റ്റെയിൻ സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നത് ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്താണ് പൂജാ സ്പേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് ഇപ്പുറത്തായിട്ട് വെന്റിലേഷന് വേണ്ടിയിട്ട് നിറയെ സ്ലിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. മുകളിലായിട്ടൊരു ഓപ്പൺ കട്ടിങ് കൊടുത്ത് അതിൽ മൾട്ടിവുഡിൽ CNC കട്ടിങ് ഇട്ടിട്ട് പാനൽ ചെയ്തിരിക്കുന്നു.
ഇത് ഇവിടുത്തെ ഒരു ഓപ്പൺ ബുക്ക് ഷെൽഫാണ്. ഇതിന് സൈഡിലായിട്ട് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടും സ്റ്റഡി ഏരിയ ആയിട്ടും അയണിങ് ടേബിളൊക്കെ അറേഞ്ച് ഇരിക്കുന്നതും ഇവിടെയാണ്. കൂടാതെ ചെറിയൊരു സിറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന ഡൈനിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാരെ നന്നായിട്ട് കാണാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിലാക്കാൻ കഴിയും. ഇതാണ് നേരത്തെ പറഞ്ഞ CNC കട്ടിംഗ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയും കിങ് സൈസിലുള്ള ഒരു ബെഡാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറകിലെ ചുമര് ഗ്രേ കളറിലുള്ള പെയിന്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും 3 ഷട്ടറുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടി റൂഫ് ഹൈറ്റ് വരെ കൊടുത്തിരിക്കുന്നു. ഫെറോ സിമെന്റിലാണ് തട്ടുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് മൾട്ടിവുഡിൽ ചെയ്തെടുത്ത ഡോറുകൾ. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് കാണാം. ക്രീം ആൻഡ് ബ്ലാക്ക് തീമിലുള്ള ടൈലുകൾ. ഫ്ലോറിന് മാത്രം ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. വാളിൽ ഒട്ടിച്ചിരിക്കുന്നത് 2x4 ടൈലുകളും ഫ്ലോറിൽ ഒട്ടിച്ചത് 2x2 ടൈലുകളാണ്. ഏകദേശം 50 രൂപ വില വരുന്ന നിറ്റ്കോ എന്ന കമ്പനിയുടെയാണ് കേട്ടോ ഈ ടൈലുകൾ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ ബെഡ്റൂമിലെ പോലെ തന്നെ ബെഡിന്റെ ഹെഡ് വരുന്ന ഭാഗത്ത് ഗ്രേ കളർ പെയിന്റ് അടിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് ഈ ഒരു കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതും ഫെറോ സിമെന്റിലാണ് ഷെൽഫുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് മൾട്ടിവുഡിന്റെ ഡോറുകൾ മാത്രം ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലെ കാഴ്ചകൾ കാണാം. സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റും ചെയ്തിരിക്കുന്നത്. ഫ്ലോറിനൊരു ബ്രൗൺ ടച്ചും വാളിൽ ബ്ലാക്ക് ആൻഡ് ക്രീം കളറിലുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്തിരുന്ന ക്ലോസറ്റിന് 6000 രൂപ വില വരുന്നതും വാഷ് കൗണ്ടറിന് 2000 രൂപ വില വരുന്നതാണ്. ഇനി നമുക്ക് ബാൽക്കണിയിലെ കാഴ്ചകൾ കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ബാൽക്കണി. ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ടിൽ ഒട്ടിച്ച സെയിം ടൈലുകളാണ് ഇവിടെയും ഒട്ടിച്ചിരിക്കുന്നത്. MS പൈപ്പിലാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽ ചെയ്തിട്ട് അതിന് മുകളിൽ വൈറ്റ് പെയിന്റ് അടിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ. ഈ ഒരു വീടിന്റെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നിറ്റ്കോ എന്ന കമ്പനിയുടെ 55 രൂപ വില വരുന്ന 2x4 സൈസിലുള്ള പെട്രിഫൈഡ് ടൈലുകളാണ് കേട്ടോ. 7.5 സെന്റിൽ 2 നിലകളിലുമായിട്ട് 2200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വിസ്തീർണം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1200 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 1000 സ്ക്വയർ ഫീറ്റും. ഈ ഒരു വീട് 1 വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. സിവിൽ വർക്കുകളെല്ലാം ക്ലയന്റ് നേരിട്ട് തന്നെ ലേബർ കോൺട്രാക്ട് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. ഈ ഒരു വീടിന്റെ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 44 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ മുഴുവൻ ഇന്റീരിയറിനും കൂടിയിട്ട് 4 ലക്ഷം രൂപയാണ് ഇവർ ചെലവഴിച്ചിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതിയൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ.